നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം അവിട്ട നക്ഷത്രം, സമ്പൂർണ്ണ ബലം, ഭാഗ്യാനുഭവങ്ങൾ എപ്പോൾ. ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണെന്ന് ആദ്യം അറിയുക. കൂടുതൽ വിശദമായിട്ട് പരിശോധനയ്ക്കായിട്ട് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവിട്ട നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ 23ാമത്തെ നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. മകരം, കുംഭം രാശികളിലായിട്ട് 30 നാഴിക അഥവാ 2 പാദങ്ങൾ മകരം രാശിയിലും രണ്ടാമത്തെ 30 നാഴിക കുംഭത്തിലും, അതായത് 2 പാദങ്ങൾ കുംഭത്തിലും. ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ് അവിട്ടം. അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരം നേടുന്നവരായിരിക്കും. ഈ നക്ഷത്രത്തിൽ പൊതുവെ നേതൃത്വ ഗുണവും ധൈര്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കാണാറുണ്ട്. ദശാനാഥൻ ചൊവ്വയുടെ കീഴിലാണ് അവിട്ട നക്ഷത്രം വരുന്നത്. ഏകദേശം ബാല്യത്തിൽ 3.5 വർഷം ചൊവ്വയുടെ അപഹാരം ദശ അനുഭവിക്കുന്നതായിരിക്കും. സാഹിത്യം, കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവരിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതകളാണ്. മകരക്കൂറുകാർക്ക് കുക്കിംഗ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കെമിസ്ട്രി വിഭാഗം തൊഴിലുകൾ, ബിൽഡിംഗ് വിഭാഗം തൊഴിലുകൾ, സിനിമ, ആനിമേഷൻ ആൻഡ് മീഡിയ, പിന്നെ വിവിധ കലാമേഖലകൾ എന്നിവയിൽ കൂടുതൽ ശോഭിക്കുവാനാകുന്നതാണ്. എന്നിരുന്നാലും കഠിനാധ്വാനം ആവശ്യമായി തന്നെ വരും എന്നും അറിഞ്ഞിരിക്കണം. കഠിനാധ്വാനത്തിലൂടെ ആയിരിക്കും ഇവർ വിജയം കണ്ടെത്തുന്നത്. സംഗീതം പഠിക്കാനുള്ള ഭാഗ്യം ബാല്യത്തിലേ വന്നു ചേരാം. പേരും പെരുമയും തരുന്ന അഷ്ടവസുക്കളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിനാലാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രശസ്തിയും അംഗീകാരവും വന്നു ചേരുമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞത്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറവ് കാണിക്കുകയും എന്നാൽ പിന്നീട് അസുഖങ്ങൾ വരുമ്പോൾ പരിഭ്രാന്തരാകുകയും ചെയ്യുന്ന മനസ്സാണ് അവിട്ട നക്ഷത്രക്കാരുടേത്. അധികം തടി വയ്ക്കാത്ത മെലിഞ്ഞ പ്രകൃതക്കാരായിരിക്കും അവിട്ട നക്ഷത്രക്കാർ. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അറിവ് നേടാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും. മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാപ്പിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ചൊവ്വയുടെ അതിശത്വമുള്ള നക്ഷത്രമാകയാൽ ചില സമയങ്ങളിലെങ്കിലും അവിട്ട നക്ഷത്രക്കാർ എടുത്തുചാട്ടക്കാരായി മാറാറുണ്ട്. ധൈര്യവും ശൂരതയും കൂടുതലായിരിക്കും ഇവർക്ക്. മറ്റുള്ളവർ ഭയം നിൽക്കുന്ന ആപൽക്കരമായ പല കാര്യങ്ങളും ഇവർ നിസ്സാരമായി ചെയ്തെന്ന് വരാം. വാഹനയാത്ര ചെയ്യുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ് അവിട്ട നക്ഷത്രക്കാർ. സ്വന്തം ജനങ്ങളോട് കൂടുതൽ താല്പര്യവും ശത്രുക്കളോട് ക്ഷമിക്കാത്തതുമായിട്ടൊരു ഒരു സ്വഭാവം ഇവരിൽ കണ്ടെന്ന് വരാം. ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ചാൽ അത് എന്ത് തന്ത്രം ഉപയോഗിച്ചിട്ടായാലും ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേക ഒരു കഴിവ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം ഇവരിൽ കൂടുതലായിരിക്കും. ഇവരുടെ 30 വയസ്സിനോട് അടുത്തായിരിക്കും വിവാഹം, സന്താനങ്ങൾ, ബന്ധുഗുണം എന്നിവയൊക്കെ അനുഭവത്തിൽ വരുന്നത്. അവരുടെ നക്ഷത്രത്തിൽ ചിലർക്കെങ്കിലും പൂർവിക സ്വത്തും സ്വന്തമായി സമ്പാദിച്ചതുമായിട്ടുള്ള സ്വത്ത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അവരുടെ നക്ഷത്രക്കാർ. അതിനാൽ തന്നെ പലപ്പോഴും ചതിയിൽ ചെന്നപ്പെടാനുള്ള സാധ്യതയും ഉണ്ടെന്ന് വേണം ചിന്തിക്കാൻ. എപ്പോഴും ജീവിതത്തിൽ പരിഭ്രാന്തമായിട്ടൊരു അനുഭവം ഉണ്ടായേക്കാം. കാരണം പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു സമയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. ഓർമ്മക്കുറവ്, സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ചിലപ്പോഴെങ്കിലും അനുഭവത്തിൽ വന്നു ചേരാം. അതുപോലെ മാനസികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. രക്തദൂഷ്യം എന്നിവ പോലുള്ള അനുഭവത്തിൽ വന്നേക്കാം. കുംഭക്കൂറുകാരായ അവിട്ട നക്ഷത്രക്കാർക്ക് കളരി, സ്പോർട്സ്, ഗുസ്തി, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്, സിവിൽ എഞ്ചിനീയറിങ്, പോലീസ്, സൈന്യമേഖല എന്നീ മേഖലയിലെല്ലാം ശോഭിക്കുവാനാവുന്നതാണ്. ദാമ്പത്യ ജീവിതം കൂടുതൽ സമാധാനപരവും തൃപ്തികരവുമാക്കിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ്. ഭാര്യാഗ്രഹത്തിൽ നിന്നും പറയത്തക്ക പിന്തുണ ജീവിതത്തിൽ ലഭിക്കണമെന്നില്ല. എന്നിരുന്നാലും ഭാര്യ അവിട്ട നക്ഷത്രക്കാർക്ക് മാർഗദർശിയായിരിക്കും. അവിട്ട നക്ഷത്രക്കാർക്ക് പൂർവിക സ്വത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട്. സന്താന ഭാഗ്യം ഉണ്ടായിരിക്കും. അവിട്ട നക്ഷത്രക്കാർ ധനത്തിനോട് എപ്പോഴും കുറച്ച് ആഗ്രഹം കൂടിയിരിക്കും. ഇവർ സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തും. അവിട്ട നക്ഷത്രക്കാർക്ക് 21.5 വയസ്സ് വരെ ജീവിതത്തിൽ അത്ര നല്ല സമയമായിരിക്കില്ല. 21.5 വയസ്സ് മുതൽ 37.5 വയസ്സ് വരെ ജീവിതത്തിൽ പല ഭാഗ്യങ്ങളും കടന്നു വരും. പ്രശസ്തി, വേണ്ടവിധം അംഗീകാരങ്ങൾ, ഭാഗ്യങ്ങൾ, വിജയം
ധനം എന്നിവയെല്ലാം ഈ അനുഭവത്തിൽ വന്നേക്കാവുന്ന സമയമാണിത്. 37 മുതൽ 56 വരെ ജീവിതം അത്ര സുഖകരം ആയിരിക്കണം എന്നില്ല. പലവിധം തടസ്സങ്ങൾ, രോഗങ്ങൾ, ധനനഷ്ടം, മാനഹാനി, സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ പലതും അനുഭവത്തിൽ വന്നേക്കാം. 56 വയസ്സിന് ശേഷം ഒരു 73 വയസ്സ് വരെ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, നിയമം, ജേർണലിസം, കമ്പ്യൂട്ടർ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, സാഹിത്യരചന നടത്തുന്നവർ, കവികൾ, എഴുത്തുമായി ബന്ധപ്പെട്ട, അതായത് ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക്, ഈ തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇത്. വിദേശത്ത് പോയി വരാനുള്ളൊരു ഭാഗ്യം ഈ സമയം വന്നു ചേരാം. പിന്നെ നമുക്ക് പറയേണ്ട അവിട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ, കഥകളോട് ഉള്ള താല്പര്യം അവർക്ക് വന്നു ചേരാനിടയുണ്ട്. ഭക്ഷണസുഖം ജീവിതത്തിലുടനീളം വന്നു ചേരും. സദ്ഗുണങ്ങൾ ഉള്ളവരായിരിക്കും. വാതരോഗങ്ങൾ, ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവത്തിൽ വരാൻ ഇവർക്ക്. നല്ല കുടുംബിനികളായി ഇവർ ഗ്രഹഭരണത്തിൽ പ്രത്യേകത നിലനിർത്തുന്നവരായിരിക്കും. തൊഴിൽ രംഗത്തും ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അവിട്ട നക്ഷത്രത്തിൻ്റെ ദേവത അഷ്ടവസുക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അസുരഗണമാണ്. മൃഗം നല്ലാളാണ്. ഭൂതം ആകാശം, പക്ഷി മയിൽ, വൃക്ഷം അഗ്നി. നമ്മൾ അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അറിഞ്ഞു. ഒരുപാട് നല്ല ഫലങ്ങളുണ്ട്, അതിൻ്റെ ഒപ്പം കുറച്ച് ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പരിഹരിക്കാൻ ഒരുവിധം ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യാം. അതായത് അവിട്ട നക്ഷത്രക്കാർക്ക് ശാസ്താവിന് എള്ളുതിരി കത്തിക്കുക, അവിട്ടവും ചൊവ്വയും ചേർന്ന് വരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ സുബ്രഹ്മണ്യന് പ്രിയപ്പെട്ട ഷഷ്ഠി ദിവസം ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാണ്. ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഉണ്ണിയപ്പം വഴിപാട്, അതൊക്കെ വളരെ നല്ലതാണ്. ശിവന് ധാര കഴിപ്പിക്കുന്നത് നല്ലതാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പ്രത്യേകിച്ച് പാൽപ്പായസം, തുളസിമാല എന്നിവയെല്ലാം വഴിപാട് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതാണ്. വിഷ്ണു സഹസ്രനാമം അർച്ചന അല്ലെങ്കിൽ വെണ്ണച്ചാർത്ത് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. ഹനുമാനെ ഭജിക്കുന്നതും നല്ലതായിരിക്കും. എല്ലാത്തിനുപരി നമുക്ക് പറയാനുള്ളത് ശാന്തമായ മനസ്സോടെയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പിന്നെ അവിട്ട നക്ഷത്രക്കാർക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. കറുത്ത വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. നീലവസ്ത്രവും ധരിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്കിന്ന് അവിട്ട നക്ഷത്രത്തിൻ്റെ ഫലമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.